ഈ വീഡിയോയിൽ ഇന്നത്തെ മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റ് ആണ്. കുറച്ച് റിയൽ ടൈം അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് ഇസ്രായേൽ ഇറാൻ്റെ ഉള്ളിൽ നടത്തിയ ആക്രമണം, തകൃതിയായിട്ട് നടത്തിയ ആക്രമണം, അതായത് ഫോർഡോ ന്യൂക്ലിയർ ഫെസിലിറ്റി ഉൾപ്പെടെ പല സ്ഥലങ്ങളിൽ നടത്തിയ ആക്രമണത്തിനെ തുടർന്ന് ഇറാൻ, ശരിക്കും ഇസ്രായേൽ ഇപ്പോഴും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആയത്തുള്ള ഖൊമേനിക്ക് നെതന്യാഹു ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾക്ക് യുദ്ധം നിർത്താൻ താല്പര്യമുണ്ട്, പക്ഷേ നിങ്ങളുടെ സൈഡിലുള്ള മിസൈൽ വരവ് നിന്നാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിലുള്ള ഒരു ഓപ്ഷനാണ് കൊടുത്തത്. അപ്പോൾ അത് വെച്ചിട്ട് രാവിലെ മാധ്യമങ്ങളെല്ലാം തന്നെ നെതന്യാഹു എന്തോ കീഴടങ്ങി, ഇസ്രായേൽ തോറ്റു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നേരെ തിരിഞ്ഞ് കാര്യങ്ങളൊക്കെ പോകുന്ന പറഞ്ഞാൽ കാര്യങ്ങളുടെ പോക്ക് അത്ര പന്തിയല്ല. ഇറാൻ ഖത്തറിൻ്റെ US ബേസിലേക്കാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. മിസൈൽ തൊടുത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ പോയി പതിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ മൊമെൻറ്റിൽ തന്നെ ഇറാൻ ഖത്തറിലേക്ക് ഒരു മെസ്സേജും കൂടെ വിട്ടിരിക്കുകയാണ്. അതായത് ഖത്തറുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ അമേരിക്കയുടെ ബേസിനെ ആക്രമിക്കേണ്ട സാഹചര്യത്തിലാണ് ഇറാൻ എന്നുള്ള നിലയിലൊരു മെസ്സേജും കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഖത്തറുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് യാതൊരു പ്രശ്നമില്ല, ഞങ്ങളുടെ പ്രശ്നം അമേരിക്കയുമായിട്ടാണ് എന്നുള്ള രീതിയിലുള്ള മെസ്സേജാണ് ഇറാൻ കൊടുക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. പക്ഷേ ഖത്തർ തിരിച്ചു പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ ആക്രമണത്തിനെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. ഖത്തർ കണ്ടംപ്റ്റ്സ് ഇറാനിയൻ സ്ട്രൈക്ക് ഓൺ US ബേസ്, സെയ്സ് റിസർവ്സ് റൈറ്റ് ടു റെസ്പോണ്ട്. അതായത് അവർക്കും റെസ്പോണ്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടെന്നാണ് ഖത്തർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. കാരണം ഖത്തർ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഉള്ളിലാണല്ലോ US ബേസ് ഉള്ളത്. അപ്പോൾ ആ രാജ്യത്തിന്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ആ രാജ്യത്തിന്റെയും കൂടി ഒരു സോവറിനിറ്റി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഖത്തറിന്റെ ഉള്ളിൽ ചെന്ന് US ബേസിനെ ടാർഗറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഖത്തറിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന US ബേസിന് ഖത്തറിനെ കൊണ്ട് സുരക്ഷ നൽകാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷനും കൂടി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഖത്തർ പറഞ്ഞിരിക്കുന്നത് റിസർവ് റൈറ്റ് ടു റെസ്പോണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് ഖത്തർ കൊടുത്തിരിക്കുന്നത്. അതിനെ സോപ്പിടാൻ വേണ്ടിയിട്ടാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇറാൻ സേസ് ഇസ് കമ്മിറ്റഡ് ടു മെയിൻറ്റെയിനിങ് വാം ടൈസ് വിത്ത് ഖത്തർ ഡിസ്പൈറ്റ് അറ്റാക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മെഹർ ന്യൂസ് എന്ന് പറഞ്ഞ ഇറാന്റെ മീഡിയ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാൻ സേസ് US ഫോഴ്സ് ഇൻ ഇറാഖ് ആൾസോ ടാർഗറ്റഡ് ബൈ മിസൈൽസ്. അതായത് ഇറാഖിലുള്ള അമേരിക്കൻ ബേസിനെയും അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്, അവിടേക്ക് മിസൈൽ വിട്ടിട്ടുണ്ട്. ട്രംപ് വൈറ്റ് ഹൗസിൽ തകൃതിയായിട്ട് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. കാരണമൊന്നുമില്ല, ഈ US ബേസിലേക്ക് നടത്തിയ ആക്രമണം, അതിനെ തുടർന്ന് ഇനി എന്താണ് നടപടിക്രമങ്ങൾ എടുക്കേണ്ടത് എന്നുള്ള നിലയിലുള്ള ഒരു ആലോചനയ്ക്ക് വേണ്ടിയിട്ടാണ് US സെക്യൂരിറ്റി ഫോഴ്സുമായിട്ടും പെന്റഗൺ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ഒരു മീറ്റിംഗ് അവിടെ നടത്തുന്നുണ്ട്. അത് CNBC ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് ഒരു പറ്റം US ട്രൂപ്പ് ഇന്നലെ രാത്രി തന്നെ അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. US സോൾജേഴ്സ് എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ നല്ലൊരു സംഖ്യയുണ്ട്. അപ്പോൾ എന്തായാലും ഇറാന്റെ കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ശരിക്കും നെതന്യാഹു പറഞ്ഞു 2 ദിവസത്തിൽ ഞാൻ തീർത്തു തരാമെന്ന്. ആ 2 ദിവസത്തിന്റെ തീരുമാനമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇറാന്റെ ഉള്ളിലേക്ക് നടത്തിയിരിക്കുന്ന ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറാൻ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ആക്രമണം കണ്ടിട്ടുണ്ടാവില്ല. ആ രീതിയിലുള്ള ആക്രമണങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇറാഖുമായിട്ടുള്ള യുദ്ധത്തിലൊക്കെ ചെറിയ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു സാഹചര്യത്തിലൊന്നും ഈ രീതിയിലുള്ള എയർ സ്ട്രൈക്കുകളൊന്നും ഇറാൻ ഫേസ് ചെയ്തിട്ടില്ല. ശരിക്കും എയർ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇസ്രായേലിന്റെ എയർ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ വിടുന്ന പോലെ 40-50 മിസൈലുകളല്ല. ഇനിയിപ്പോൾ ഇന്ന് കയ്യിൽ കൂട്ടിപ്പറക്കി വെച്ചിരിക്കുന്ന കുറേ മിസൈലുകളിൽ ഒരു 200-300 വിടുമായിരിക്കും. അതിലുപരിയായിട്ട് കൂടുതലൊന്നും ചെയ്യാനില്ല ഇറാന്. ഇറാൻ അവരുടെ എല്ലാ തരത്തിലുള്ള ഡിഫൻസും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. ഇത് മുൻകൂട്ടി പ്രവചിച്ചതാണ്. അതായത് കഴിഞ്ഞ 4-5 ദിവസങ്ങളായിട്ട് ഇസ്രായേലിന്റെ ബെഞ്ചമിൻ നെതന്യാഹു ഇറാന്റെ ജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ട് നിങ്ങൾ തെഹ്റാൻ സിറ്റി വിട്ട്, പ്രത്യേകമായിട്ട് ഡിസ്ട്രിക്ട് 3 വിട്ട്, ഡിസ്ട്രിക്ട് 18 ആ പ്രദേശങ്ങളൊക്കെ വിട്ട് മാറി താമസിക്കണം എന്നുള്ള രീതിയിൽ ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജൊക്കെ വളരെ ക്ലിയർ ആണ്. പിന്നെ ഇസ്രായേലിന്റെ ഒരു ഇൻഡയറക്റ്റ് ഫോഴ്സ് ഇറാന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു വാർത്തയും വരുന്നുണ്ട്. അതായത് അവരാണ് ശരിക്കും ഈ റെയ്സ പെഹലവിയെ പിന്തുണയ്ക്കുന്ന ആംഡ് ഫോഴ്സ് ടീമുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ആംഡ് ഫോഴ്സ് ടീമുകളാണ് ഇനി IRGCയുമായിട്ട് കൺഫ്രണ്ടേഷന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അവർ ഓൾറെഡി തന്നെ പല മേഖലകളിലും കൺഫ്രണ്ടേഷൻ ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു കൺഫ്രണ്ടേഷനിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തും. അതായത് സർക്കാരിന്റെ പല സ്ഥാപനങ്ങളും ഈ ആംഡ് ഫോഴ്സ് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ റെയ്സ പെഹലവി എന്ന് പറയുന്ന ഈ പണ്ടത്തെ രാജാവിന്റെ മകനായിട്ടുള്ള ഈ ഒരു വ്യക്തി പൊസിഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇന്ന് ആഫ്റ്റർനൂൺ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഇറാനിലേക്ക് മടങ്ങിപ്പോകുന്നു എന്നുള്ള രീതിയിൽ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഏകദേശം കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറാൻ ശരിക്കും ഖത്തറിലേക്ക് 6 മിസൈൽസ് ആണ് അയച്ചത്. ഇത് ആക്സിയോസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 6 മിസൈൽസ് ടുവേർഡ്സ് US ബേസ് ഇൻ ഖത്താർ. അതുപോലെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത് തുറന്നുവിട്ട് ആ ഒരു പ്രസനിൽ, എവിൻ പ്രസൻ എന്ന് പറഞ്ഞ ആ പ്രസനിൽ ഈ ജർമ്മനിയിൽ ഒരു ജർമ്മൻ പൗരനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ചിട്ട് ഈ എവിൻ പ്രസനിലാണ് വെച്ചിരുന്നതായിട്ട് ചില വാർത്തകൾ വരുന്നുണ്ട്. ഇന്റർനാഷണൽ പ്രിസണേഴ്സിനെയൊക്കെ അവിടെയാണ് പാർപ്പിക്കുന്നത്.
ഒരു US പൗരനെയും കൂടി സ്പൈയിങ് കേസിൽ അറസ്റ്റ് ചെയ്തിട്ട് 2 ദിവസമായതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വ്യക്തിയും കൂടി ഇതേ ജയിലിൽ ഉണ്ടാവാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരുപാട് ഇങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിൽ പുള്ളികളൊക്കെ കിടക്കുന്ന ഒരു ജയിലാണ് ഈ ഒരു എവിൻ പ്രിസൺ. അപ്പോൾ ആംനസ്റ്റി ഇറാൻ ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. പ്രിസണേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സകല സംവിധാനങ്ങളും എടുക്കണം. കാരണം ഇസ്രായേൽ തകൃതിയായിട്ട് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിസണേഴ്സിന് യാതൊരു വിധത്തിലുള്ള ജീവഹാനിയും സംഭവിക്കാൻ പാടില്ല എന്ന് ആംനസ്റ്റി ഇറാന് വാണിംഗ് ചെയ്തിട്ടുണ്ട്. ആംനസ്റ്റിയുടെയൊക്കെ ഒരു മനുഷ്യാവകാശ പ്രവർത്തനമേ. അവിടെ എത്ര ആൾക്കാർ മരിക്കുന്നു ഈ ബോംബ് വീണെന്ന് നമുക്കറിയത്തില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ജയിലിലുള്ള ആൾക്കാരെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ആംനസ്റ്റി. അപ്പോൾ ജർമ്മനി ഒരു ജർമ്മൻ പൗരനെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ടാണല്ലോ വിധിച്ചിരുന്നത്. അപ്പോൾ ജർമ്മനി ഇന്ന് ഇസ്രായേലിന് കട്ട സപ്പോർട്ട്. നോ റീസൺ ടു ക്രിട്ടിസൈസ് ഇസ്രായേലി അറ്റാക്ക് ഓർ US അറ്റാക്സ് ഓൺ ഇറാൻ എന്നാണ് ജർമ്മൻ്റെ മേഴ്സ് ഫെഡറിക് പറഞ്ഞിരിക്കുന്നത്. കാരണം ആ രീതിയിലാണ് ഇവർ ആൾക്കാരെ പിടിച്ച് തൂക്കിക്കൊല്ലുന്നത്. ഇസ്രായേൽ വീണ്ടും ഒരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. അതായത് ഇസ്രായേൽ അർജസ് തെഹ്റാൻ റെസിഡൻസ് ടു സ്റ്റേ അവേ ഫ്രം മിലിറ്ററി ഫെസിലിറ്റീസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ആർമിയുമായിട്ട് ബന്ധപ്പെട്ട IRGCയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥാപനങ്ങൾ നിങ്ങളുടെ വീട്ടിനടുത്തുണ്ടെങ്കിൽ നിങ്ങൾ മാറിപ്പൊയ്ക്കോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം 2 ദിവസത്തിനകത്ത് ഇറാന്റെ ഉള്ളിൽ IRGCയുടേതായിട്ടുള്ള ഒറ്റ സ്ഥാപനങ്ങളും അവിടെ പ്രവർത്തിക്കില്ല. ഇത് തന്നെയാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാം തൂത്തുപറക്കി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇറാനിലെ റെജീം ചേഞ്ച് അഥവാ ഭരണത്തിനെ അട്ടിമറിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉദ്ദേശമല്ല. ഇറ്റ്സ് നോട്ട് അവർ ഒബ്ജക്റ്റീവ്. പക്ഷേ അത് ചിലപ്പോൾ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വന്ന് ഭവിച്ചേക്കാം എന്നാണ് ഇസ്രായേൽ പറഞ്ഞു വെക്കുന്നത്. അത് മനസ്സിലായല്ലോ. അതായത് ഇസ്രായേൽ ഓൾറെഡി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കംപ്ലീറ്റ് ആയിട്ട് ആരുടെ അടുത്തൊക്കെ സംസാരിക്കണോ എല്ലാം റെഡിയാക്കി തന്നെ വെച്ചിരിക്കുന്നത്. പക്ഷേ പർപ്പസ്ഫുള്ളി ഇസ്രായേലാണ് ഇത് ചെയ്തത് എന്നുള്ള രീതിയിൽ ആർക്കും മനസ്സിലാവാത്ത രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ വൈറ്റ് ഹൗസ് പറഞ്ഞിരിക്കുന്നത് ഇറാനിയൻസ് മേ നീഡ് ടു സ്ട്രിപ്പ് പവർ ഫ്രം വയലന്റ് റെജീം. അതായത് വയലന്റ് റെജീം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ആയത്തുള്ള ഖമനേയി ഈ ഭരണകൂടത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇറാനിയൻസ് എന്ന് പറയുന്നത് ഇറാനിയൻ ജനങ്ങളെയാണ് പറയുന്നത്. ഇറാനിയൻ പീപ്പിൾ മേ നീഡ് ടു സ്ട്രിപ്പ് പവർ ഫ്രം വയലന്റ് റെജീം. ഈ വയലന്റ് റെജീമിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ അധികാരം പറിച്ചെടുക്കൂ എന്നാണ് പറയുന്നത് വൈറ്റ് ഹൗസ്. ഈ വൈകുന്നേരം വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് എന്ന ആ ഒരു ഏരിയയിൽ നിന്നും 3 ടാങ്കർ ഷിപ്പുകളെ ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ആ ഏരിയയിൽ ത്രെട്ട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു റൂട്ട് യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് 3 കപ്പലുകൾ അവിടെ നിന്ന് മാറി സഞ്ചരിക്കുന്നുണ്ട്. 3 ടാങ്കർ ഷിപ്പുകളാണ്. അപ്പോൾ ഇറാന്റെ എക്സൈൽഡ് പ്രിൻസ് എന്ന് വിളിക്കപ്പെടുന്ന റെയ്സ പെഹലവി ഷാ പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഇസ് കൊലാപ്സിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ എല്ലാം നമുക്ക് വായിച്ചെടുക്കാവുന്നേ ഉള്ളൂ. തുടരെ ഇതേപോലെ ഡെവലപ്മെന്റ്സ് വരുന്ന മുറയ്ക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.